ഇന്നത്തെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള സെയിം ഫീലിങ്സ് തന്നെയാണോ ഈ ഒരു സമയത്ത് അവർക്ക് നിങ്ങളോടുള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ വളരെയധികം നെഗറ്റീവായിട്ട് ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളെ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ നിന്നും കരകയറാനായിട്ട് മാക്സിമം ഹെൽപ്പ് ചെയ്തിട്ടുള്ളതും ഈ ഒരു പേഴ്സൺ ആണ്. കുറച്ച് പേരെങ്കിലും മേ ബി ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലൊക്കെ നിന്ന് വീണ്ടും ഒരു സെക്കൻഡ് റിലേഷൻഷിപ്പ് ആയിരിക്കാം നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഇതിന് മുന്നേ ഉള്ള ഒരു റിലേഷൻഷിപ്പിൽ വല്ലാതെ നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരു സമയത്തോ അതോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിലായിരിക്കാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ വളരെയധികം നെഗറ്റീവായിട്ട് ഇരുന്നിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ തന്നെയാണ് ഒരു ഹീലറെ പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുള്ളത് ഈ ഒരു വ്യക്തി. പക്ഷേങ്കിൽ ഏതൊരു നെഗറ്റീവ് സിറ്റുവേഷനിലാണോ ഇവർ നിങ്ങളെ കൈപിടിച്ച് കയറ്റിയത് അതിനേക്കാൾ വലിയൊരു സിറ്റുവേഷൻ നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് തള്ളിയിട്ടിട്ടുണ്ട് ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് വീണ്ടും നിങ്ങൾ ആ ഒരു തുടക്കത്തിലുണ്ടായിരുന്ന നെഗറ്റീവ് എനർജിയെക്കാളും ഇരട്ടി ഒരു നെഗറ്റിവിറ്റിയിലേക്ക് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വിഷമത്തിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ട്. കാരണം അത്രത്തോളം നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പേഴ്സണിൽ നിന്നും ഒരു ഒരു വിഷമമൊക്കെ നേരിടേണ്ടി വന്നിട്ടുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കുറേ പേരെങ്കിലും ചിലപ്പോൾ ഒരു പരിചയം ഇല്ലാത്തൊരു സിറ്റുവേഷനിലായിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഏതാണെന്ന് അറിയാനായിട്ട് പറ്റാത്തൊരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങൾ ചേസ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കാത്തൊരു സിറ്റുവേഷനായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഏതൊരു സാഹചര്യത്തിലാണെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഇവരെ നിങ്ങൾക്ക് വേണം എന്നുള്ളൊരു ചിന്തയാണ് കൂടുതലായിട്ടും. കുറച്ചൊരു പൊസസീവ്നെസ് ഒക്കെ ഉണ്ട്. എന്തും വന്നാലും ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ഏതൊരു രീതിയിൽ നിങ്ങൾ വിഷമിക്കേണ്ടി വന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും ഇറ്റ്സ് ഓക്കെ, അതൊക്കെ മറക്കാം, പക്ഷെ ഇവർ നിങ്ങളുടെ ലൈഫിൽ വേണം എന്നുള്ള ഒരു ചിന്തയിലാണ് കുറച്ച് പേരെങ്കിലും ഇവിടെ ആ ഒരു വ്യക്തി വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങളെ കുറേ പേരെങ്കിലും ക്ഷമിക്കാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അത് എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് ഇറ്റ്സ് ഓക്കെ. പക്ഷെ അവർ തന്നിട്ടുള്ള സന്തോഷം, അവർ നിങ്ങളെ പല രീതിയിലും കൈപിടിച്ച് കയറ്റിയിട്ടുള്ള, പല നെഗറ്റീവായിട്ടുള്ള എനർജിയിൽ നിന്ന് കൈപിടിച്ച് കയറ്റിയിട്ടുള്ളവരാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരൊന്ന് വന്നാലും മതിയെന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് കാരണം കൊണ്ടാണോ സെപ്പറേഷൻ ആയിട്ടുള്ളത്, മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നിരിക്കാം, അതും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കാം. ഇപ്പം എന്താണെങ്കിലും ഇവിടെ ഈ ഒരു വ്യക്തിയെ കാണുന്നുണ്ട്, ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് എത്താനൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലും മുൻപിലുള്ള ഒബ്സ്റ്റക്കിൾസ് എന്താണോ ഇവിടെ തടസ്സമായിട്ട് നിൽക്കുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിഞ്ഞു പോകണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അതും അല്ലെങ്കിൽ ഇവർക്കൊരു ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഇവരിപ്പോൾ മെയിനായിട്ടും ചിലപ്പോൾ ജോബിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം, അതും അല്ലെങ്കിൽ മണി മാറ്റേഴ്സിൽ കുറെ കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പോയിട്ടുള്ളവരായിരിക്കും. ഇപ്പോൾ എന്താണെങ്കിലും എന്ത് തടസ്സമാണെങ്കിലും ആ ഒരു തടസ്സം അത് ഒഴിഞ്ഞു മാറണം, അല്ലെങ്കിൽ ഇവർ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ വന്നാൽ മാത്രമേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരാൻ പറ്റൂ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ട്. മേ ബി നിങ്ങൾക്ക് അറിയായിരിക്കും എന്താണ് ഇവിടെ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഒരു സെപ്പറേഷൻ വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതെന്താണെങ്കിലും അത് കംപ്ലീറ്റ്ലി ക്ലിയർ ചെയ്തതിന് ശേഷമേ ഇനി റിലേഷൻഷിപ്പിലേക്ക് വരുന്നുള്ളൂ എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സെയിം ഫീലിങ്സ് ഒക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും കുറച്ചൊരു ഡിഫറൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. നിങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ ഇവരൊരു ഹെൽപ്പായിട്ട് നിന്ന് ഇവരിൽ മാത്രം നിങ്ങൾ ആ ഒരു സമയത്ത് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് ക്ലിങ് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറെ കൂടി ഇവരാണ് ലോകം എന്നുള്ള രീതിയിൽ കുറച്ചുകൂടി ഡ്രീം വേൾഡിൽ പോകുന്നവരാണ് നിങ്ങൾ കുറെ പേരെങ്കിലും. പക്ഷേ ഈ ഒരു പേഴ്സൺ കുറച്ചുകൂടി പ്രാക്ടിക്കലി ലൈഫിനെ കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈഫിന്റെ മുന്നിൽ ഇപ്പോൾ കറന്റ് സിറ്റുവേഷനിൽ കുറേ ഒബ്സ്റ്റക്കിൾസ് അവർ നോക്കുമ്പോൾ ഉണ്ട്. അപ്പോൾ അതൊക്കെ നീങ്ങിയതിന് ശേഷം ഒരു തടസ്സവും ഇല്ലാത്തൊരു സമയത്ത് വരാം, അല്ലെങ്കിൽ വീണ്ടും റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ആവും എന്നുള്ള രീതിയിലാണ് ഇവർ ചിന്തിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നില്ല എന്നുള്ളതല്ല, നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ തന്നെ ഇവരും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇത്തരം രീതിയിലൂടെ ഇവർ ചിന്തിക്കുന്നുണ്ട്. കൂടുതലായിട്ടും ലൈഫിനെ ഒരു ഫ്യൂച്ചർ എന്താണ്, എന്താകും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു എക്സ്പെക്റ്റേഷനും ഒരു പ്ലാനിങ്ങും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. പക്ഷെ നിങ്ങളെന്ന് പറയുന്നത് കുറച്ചുകൂടി ഈ ഒരു പേഴ്സണിൽ അഡിക്റ്റ് ആയതുകൊണ്ടായിരിക്കാം എന്ത് വന്നാലും ആ ഒരു പേഴ്സണെ നിങ്ങൾക്ക് വേണം, അല്ലെങ്കിൽ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിൽ അവരൊന്ന് വന്നിരുന്നെങ്കിൽ എന്നുള്ളൊരു രീതിയിലാണ്. ഇനി ഇനി എന്ത് പ്രശ്നമാണെങ്കിലും ഒന്നിച്ച് മീൻസ് നേരിടാം എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് നിങ്ങളെ ഒരു നെഗറ്റീവ് സിറ്റുവേഷനിൽ ഇവർ കരകയറ്റിയവരാണെങ്കിലും മനഃപൂർവ്വമായിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയല്ല. അതായത് അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ ചതിക്കുകയോ ഫേക്കായിട്ട് നിൽക്കുക അങ്ങനെയല്ല. അതല്ലാണ്ട് തന്നെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വന്ന് അതിന് പ്രയോറിറ്റി കൊടുത്ത് പോയിട്ടുള്ളതായിട്ടാണ് കാണുന്നത്. ഇത് കൂടുതലും ഈ ഒരു ജോബിലൊക്കെ ഫോക്കസ് ചെയ്ത് അങ്ങനെ പോയിട്ടുള്ളതായിരിക്കും. അപ്പൊ എങ്ങനെയാണെങ്കിലും നിങ്ങളുടെ അരികിൽ നിന്ന് പോയ സമയത്ത് നിങ്ങൾക്കൊരു പെയിൻ തന്നിട്ടാണ് പോയത്, അല്ലെങ്കിൽ ഏതൊരു സാഹചര്യത്തിലും കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഒരു സാഹചര്യം വന്നപ്പോൾ അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് പോയത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നിട്ടുണ്ട്. കുറച്ചെങ്കിലും നിങ്ങൾ കുറെ പേരെങ്കിലും ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള നേച്ചറുള്ളവരുമായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എനർജിയാണ് ഇന്നിവിടെ റീഡിങ്ങിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്.